ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഈ ഒരു കൺവെർട്ടറിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിന് സോളാർ ഇൻവെർട്ടർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൺവെർട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ടൊന്നും ഇല്ലാത്തൊരു സ്ഥലമൊക്കെ ആണെങ്കിൽ അവിടെ സോളാർ പാനലും അതുപോലെ ബാറ്ററിയൊക്കെ വെച്ച് നമുക്ക് ഈ ഒരു കൺവെർട്ടർ വർക്ക് ചെയ്യിച്ച് ഇതിൽ നമുക്ക് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന LED ലൈറ്റ്, LED ട്യൂബ്, മൊബൈൽ റീചാർജ് ചെയ്യാം, പിന്നെ ലാപ്ടോപ്പ്, ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു കൺവെർട്ടറിൽ ചെറിയ LED TV ഒക്കെയും വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരുപാട് പേര് ഇതിൻ്റെ ശരിയായ പ്രവർത്തനങ്ങൾ അറിയാതെ മേടിച്ച് ഉപയോഗിച്ചിട്ട് നെഗറ്റീവും പറയാറുണ്ട്. മിക്കവരും തന്നെ മേടിക്കുന്നത് ഇൻവെർട്ടർ ആണെന്ന് തെറ്റിദ്ധരിച്ചാണ്. ഇത് ഒരിക്കലും ഇൻവെർട്ടർ അല്ല, കൺവെർട്ടറാണ്. അതായത് 12 വോൾട്ടിനെ 220 വോൾട്ടാക്കി മാറ്റുന്ന കൺവെർട്ടറാണിത്. അപ്പോൾ ഇങ്ങനത്തെ കൺവെർട്ടർ എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കേണ്ടതെന്നും ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാം ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ ഈ ഒരു കൺവെർട്ടർ ഇത് ഞാനിവിടെ 2018 ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അന്ന് 500 സംതിങ് ആണ് ആയത്. ഇപ്പോഴും ഈ ഒരു കൺവെർട്ടർ വർക്കിംഗ് ആണ്. ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ചൊക്കെ കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ. പിന്നെ ഇതിൻ്റെ ക്യാബിനറ്റിലൊക്കെ ഈ കാണുന്ന പോലെ തുരുമ്പെല്ലാം കയറിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കൺവെർട്ടറിൻ്റെ ഔട്ട്പുട്ട് എടുക്കാനുള്ള ഈ ഒരു സോക്കറ്റ് ഇത് മേടിച്ചപ്പം ഇതായിരുന്നില്ല, അത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞപ്പോൾ മാറി വെച്ചേക്കുന്നതാണ് ഇത്. ഈ ഒരു കൺവെർട്ടറിന് ഈ രണ്ട് പ്രശ്നങ്ങളല്ലാണ്ട് വേറെ ഒന്നും വന്നിട്ടില്ല ഇതുവരെയായിട്ടും. പിന്നെ ഇതിൻ്റെ ഓവർലോഡ് LED ഇൻഡിക്കേറ്റർ അത് ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് എന്തോ ആവശ്യമായിട്ട് ഊരിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. അപ്പോൾ ഇതുപോലത്തെ 12 വോൾട്ടേ വർക്ക് ചെയ്യുന്ന കൺവെർട്ടറുണ്ട്, 24 വോൾട്ടേ വർക്ക് ചെയ്യുന്ന കൺവെർട്ടറുണ്ട്. അപ്പോൾ ഈ ഒരു കൺവെർട്ടറിൽ നമുക്ക് എല്ലാ ഉപകരണങ്ങളൊന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല. മിക്കവരും എല്ലാവരും തന്നെ ഇങ്ങനത്തെ കൺവെർട്ടർ മേടിക്കുന്നത് കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ഫാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോർമൽ ഫാനും നമുക്ക് ഈ ഒരു കൺവെർട്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. BLDC ഫാനാണ് വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു കൺവെർട്ടറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്തൊക്കെ വർക്ക് ചെയ്യിക്കാം, എന്തൊക്കെ വർക്ക് ചെയ്യിക്കാൻ പാടില്ല എന്ന്. ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങൾ, അതുപോലെ കോയിൽ പെയിൻറ്റിംഗ് ആയിട്ടുള്ള ഫാൻ, അതായത് നോർമൽ ഫാനൊന്നും നമുക്കിതിൽ വർക്ക് ചെയ്യിക്കാൻ പറ്റില്ല. പലരും ഇതിൽ എല്ലാവിധ ലോഡും കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള കൺവെർട്ടർ മേടിക്കുന്നത്. നടക്കാതെ വരുമ്പോഴാണ് നെഗറ്റീവ് പറയുന്നത്. അതുപോലെ ഈ ഒരു കൺവെർട്ടറിൽ ഫിലമെൻറ്റ് ടൈപ്പ് ബൾബും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇതൊരിക്കലും ഇൻവെർട്ടറിന് പകരമായിട്ട് ഇറക്കിയേക്കുന്ന സാധനമല്ല. ഇത് നമുക്ക് കറണ്ടൊന്നുമില്ലാത്ത സ്ഥലത്ത് സോളാർ പാനലും അതുപോലെ ചെറിയ ബാറ്ററിയൊക്കെ ഉപയോഗിച്ച് ലൈറ്റ് തെളിക്കാനും അതുപോലെ തന്നെ മൊബൈലൊക്കെ ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ അങ്ങനെയുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്ക് വണ്ടികളിൽ ഇത് ഉപയോഗിക്കാം. ഇൻവെർട്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇത് വർക്ക് ചെയ്യാൻ നമുക്ക് വളരെ ചെറിയ ബാറ്ററി മതിയാവും. ഇതുപോലെ തന്നെ 3 ബാറ്ററി ഉണ്ടെങ്കിൽ അതിൽ പോലും നമുക്കിത് വർക്ക് ചെയ്യാം. സാധാരണ ഒരു ഇൻവെർട്ടറൊക്കെ ആണെങ്കിൽ മിനിമം ഒരു 100 എച്ചിൻ്റെ ബാറ്ററിക്ക് വേണ്ടി വരും. ഇതിനാകുമ്പോൾ നമുക്ക് അത്രയും വലിയ എച്ച് കൂടിയ ബാറ്ററി ഒന്നും വേണ്ട, വളരെ ചെറിയ ബാറ്ററി പോലും നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പലരുടെയും ഇങ്ങനത്തെ കൺവെർട്ടർ വേഗം കംപ്ലൈൻറ്റ് ആവാനുള്ളൊരു കാരണം ഇതിൽ ഒരുപാട് ലോഡ് കണക്ട് ചെയ്തിട്ടാണ്. ഇങ്ങനത്തെ കൺവെർട്ടർ 100 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്, 200 വാട്ട്സ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഞാനിവിടെ എടുത്തേക്കുന്നത് 100 വാട്ട്സിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു കൺവെർട്ടറിന് 100 വാട്ട്സ് ഔട്ട്പുട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അത്രയും ലോഡ് ഇതിൽ കണക്ട് ചെയ്യരുത്. മാക്സിമം ഒരു 70 വാട്ട്സ് ലോഡ് വരെയാണ് ഇതിൽ കണക്ട് ചെയ്യാവുള്ളൂ. അതിൽ കൂടുതൽ ലോഡ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മോസ്ഫെറ്റൊക്കെ വേഗം ഹീറ്റായി കഴിയുമ്പം ഇതിൽ കൂൾ ചെയ്യാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഇൻവെർട്ടറിലൊക്കെ ആണെങ്കിൽ കൂളിംഗ് ഫാനൊക്കെ ഉണ്ട്. ഇതിലാകുമ്പം അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം തന്നെ ഹീറ്റായിട്ട് കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം കുറച്ച് ലൈറ്റുകൾ തെളിക്കാനും അതുപോലെ മൊബൈൽ ചാർജ് ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് മാത്രം ഉപയോഗിക്കാനാണെങ്കിൽ ഈ ഒരു കൺവെർട്ടർ സംഭവം ഒക്കെയാണ്, അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് ഒരുപാട് ലോഡുകളൊക്കെ വർക്ക് ചെയ്യാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ കൺവെർട്ടർ മേടിക്കരുത്, ഇൻവെർട്ടർ വാങ്ങുക. അതുപോലെ ഇതിൽ നമ്മൾ ലോഡൊന്നും കണക്ട് ചെയ്തില്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യാനും വളരെ ചെറിയ ആംബിയർ മാത്രമേ എടുക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇൻവെർട്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഒരുപാട് സമയം ഈ ഒരു കൺവെർട്ടറിന് ബാക്കപ്പ് കൂടുതൽ കിട്ടും. അപ്പോൾ 100 വാട്ട്സിൻ്റെ കൺവെർട്ടറാണ് മേടിക്കുന്നതെങ്കിൽ അതിലൊരു മാക്സിമം 70 വാട്ട്സ് ലോഡാണ് കൊടുക്കാവുള്ളൂ. 200 വാട്ട്സിൻ്റെ ആണെങ്കിൽ അതിലൊരു 150-160 വാട്ട്സ് ലോഡും. അപ്പോൾ ഈ രീതിയിലൊക്കെ കൺവെർട്ടറിൽ നമ്മൾ ലോഡ് കൊടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കംപ്ലൈൻറ്റ് ഇല്ലാതെ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ ഒരു കൺവെർട്ടർ വർക്ക് ചെയ്തുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ വർക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്ന 20 വാട്ട്സിൻ്റെ ഒരു LED ട്യൂബാണ്. അപ്പോൾ ഈ ഒരു ട്യൂബിൽ പിടിപ്പിച്ചേക്കുന്ന 2 പിൻ കേബിൾ നമ്മൾ ഈ ഒരു കൺവെർട്ടറിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്യുവാണ്. ഈ ഒരു ട്യൂബിൽ പെയിൻറ്റ് പറ്റിയേക്കുന്നതാണ്. ഇവിടെ വീട് പണിയൊക്കെ നടന്ന സമയത്ത് പണിക്കായിട്ട് ഉപയോഗിച്ച ട്യൂബാണ്. പ്ലാസ്റ്റിക് ട്യൂബായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും തൂക്കിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുമായിരുന്നു. റൗണ്ട് ട്യൂബാണ്. അപ്പോൾ ഇങ്ങനത്തെ 20 വാട്ട്സിൻ്റെ LED ട്യൂബൊക്കെയാണ് നമുക്കൊരു 3-4 ട്യൂബൊക്കെ നമുക്ക് ഈ ഒരു കൺവെർട്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ട്യൂബ് നമ്മളിവിടെ വർക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ബാറ്ററിയിലാണ്. അപ്പോൾ ഇത് 12 വോൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി പാക്കാണ്. ഈ ഒരു ബാറ്ററി പാക്ക് നമ്മൾ പണ്ടുണ്ടാക്കിയതാണ്. നമ്മുടെ മെയിൻ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു ബാറ്ററി പാക്ക് ഉണ്ടാക്കി കാണിച്ചായിരുന്നു ഇത്. അപ്പം ഈ ഒരു കൺവെർട്ടർ നമ്മൾ ഈ ഒരു ചെറിയ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കൺവെർട്ടറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇത് തന്നെയാണ്. ഇതുപോലെ ചെറിയ ബാറ്ററിയിൽ പോലും നമുക്ക് ഈ ഒരു കൺവെർട്ടർ വർക്ക് ചെയ്യാൻ പറ്റും. അതേസമയം ഒരു ഇൻവെർട്ടറിലൊക്കെയാണ് നമ്മൾ ഇതുപോലെ ചെറിയൊരു ബാറ്ററി കൊടുക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉണ്ടാവില്ല, ഇൻവെർട്ടറിന് ഓണായി പോലും കിട്ടില്ല. അതുപോലെ ഈ ഒരു കൺവെർട്ടറിൻ്റെ ഔട്ടിൽ ഏതെങ്കിലും ഒരു ലൈനിൽ തൊട്ടാലും നമുക്ക് ഷോക്ക് അടിക്കില്ല. 2 ലൈനും കൂടെ തൊട്ടാൽ ഷോക്ക് അടിക്കും, ഒരെണ്ണത്തിലാണ് തൊടുന്നതെങ്കിൽ ഷോക്ക് അടിക്കില്ല. അതുപോലെ നമ്മൾ റിപ്പയറിംഗ് വർക്കുകളൊക്കെ ചെയ്യുന്ന സമയത്തും ഇങ്ങനത്തെ ഈ കൺവെർട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിവിടെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ഇതിലാകുമ്പോൾ കറണ്ടിലേക്കാളും അപകടം വളരെ കുറവുണ്ട്. അതുപോലെ ഈ ഒരു കൺവെർട്ടറിൻ്റെ ഔട്ടിൽ ഞാൻ നേരത്തെ ഇവിടെ സോൾഡറിങ്ങാനും കുത്തി ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഈ ഒരു കൺവെർട്ടറിൽ നമുക്ക് സോൾഡറിങ്ങാൻ വർക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ പെട്ടെന്ന് തന്നെ സോൾഡറിങ്ങാൻ കംപ്ലൈൻറ്റ് ആയി പോകും. കറണ്ടിൽ വർക്ക് ചെയ്യുന്നതിനേക്കാളും ഹീറ്റിംഗ് കൂടുതലാണ് നമ്മൾ ഈ ഒരു കൺവെർട്ടറിൽ സോൾഡറിങ്ങാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ സോൾഡറിങ്ങാൻ ഈ ഒരു കൺവെർട്ടറിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വേഗം ഒന്ന് സോൾഡറിങ്ങാൻ കുത്തി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം ഇത്രേ ഉള്ളൂ. നമ്മളിതിലേക്ക് ഒരു 12 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഔട്ടിലുള്ള ഈ സോക്കറ്റ് അതിൽ നമുക്ക് മൊബൈൽ ചാർജർ, ലാപ്ടോപ്പിൻ്റെ ചാർജർ, അതുപോലെ തന്നെ ചെറിയ LED TV, LED ട്യൂബ് ലൈറ്റ്, പിന്നെ അഡാപ്റ്റർ, SMPS ഉപയോഗിച്ചിട്ടുള്ള എല്ലാ അഡാപ്റ്ററുകളും നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും.
BLDC ഫാൻ വർക്ക് ചെയ്യിക്കാം, പിന്നെ വൈഫൈ മോഡം അതൊക്കെ നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യിക്കാം. ട്രാൻസ്ഫോമറുകളും അതുപോലെ തന്നെ കോയിൽ പെയിൻറ്റിംഗ് ആയിട്ടുള്ള ഫാൻ, നോർമൽ സീലിംഗ് ഫാന്, അതുപോലെ തന്നെ പെഡസൽ ഫാൻ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ പലർക്കും ഉണ്ടാകുന്നൊരു മറ്റൊരു സംശയമാണ്, ഇതിൽ നമ്മൾ ബാറ്ററി ഇങ്ങനെ നേരിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കുമ്പോൾ ബാറ്ററി ഓവറായിട്ട് ഡിസ്ചാർജ് ആവില്ലേ എന്ന്. അപ്പോൾ അതിനുള്ള ചാൻസും കുറവാണ്. ഈ ഒരു കൺവെർട്ടർ വർക്ക് ചെയ്യാൻ മിനിമം 9 വോൾട്ടെങ്കിലും വേണം. അപ്പം ലിഥിയം ബാറ്ററി അല്ലെങ്കിൽ ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ ആണെങ്കിൽ നമുക്ക് 8.5 വോൾട്ട് വരെ മാക്സിമം ഡിസ്ചാർജ് ചെയ്യാം. ഇപ്പോൾ ബാറ്ററി വോൾട്ട് 9 വോൾട്ടിൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺവെർട്ടർ തന്നെ വർക്ക് ആവില്ല. അതുകൊണ്ട് തന്നെ ബാറ്ററി ഓവറായിട്ട് ഡിസ്ചാർജ് ആവാനുള്ള ചാൻസും വളരെ കുറവാണ്. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് അധികം ലോഡും അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് നേരം വർക്ക് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ ഈ 2 മോസ്ഫെറ്റ് ഇതിന് ചെറിയൊരു 12 വോൾട്ടിൻ്റെ കൂളിംഗ് ഫാൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. 100 വാട്ട്സിൻ്റെ കൺവെർട്ടറിൽ ഇതുപോലത്തെ 2 മോസ്ഫെറ്റും 200 വാട്ട്സിൻ്റെ കൺവെർട്ടറിൽ ഇതുപോലെ 4 മോസ്ഫെറ്റും ആയിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ ഇപ്പം മേടിക്കാൻ കിട്ടുന്ന കൺവെർട്ടറിലെല്ലാം 5 വോൾട്ട് DC ഔട്ട്പുട്ടിൻ്റെ USB സോക്കറ്റും ഉണ്ട്. ഇങ്ങനത്തെ കൺവെർട്ടറൊക്കെ ഇറങ്ങിയ സമയത്താണ് ഞാനിവിടെ മേടിച്ചത്. അന്ന് മുതൽ ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഞാനിതിൽ അങ്ങനെ അധികം ലോഡുകളൊന്നും കണക്ട് ചെയ്യാറില്ല. പിന്നെ ഔട്ട്പുട്ട് ഷോർട്ടായിട്ടൊക്കെ ഉണ്ട്. ഇതുമായിട്ട് കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി അത് നമുക്ക് ഈ ഒരു കൺവെർട്ടർ വഴി കറണ്ടിലൊന്നും കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാനുള്ള സെറ്റപ്പ് ഇതിനകത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഇതിനില്ലാത്തതുകൊണ്ടാണ് ആ ഒരു ഓപ്ഷൻ കൊടുക്കാത്തത്. കാരണം ഈ ഒരു സാധനം സോളാർ ഇൻവെർട്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കറണ്ടിൽ കണക്ട് ചെയ്ത് ബാറ്ററി ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇത് ഉപയോഗിക്കുന്നത് വാഹനങ്ങളിലും. അപ്പം വാഹനങ്ങളിലാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ചാർജിങ് സംവിധാനത്തിൻ്റെ ആവശ്യമില്ല. ഇനി സോളാർ പാനലൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി നമുക്ക് കറണ്ടിലും ചാർജ് ചെയ്യാം. അതിനുള്ള അഡാപ്റ്ററൊക്കെ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഈ ഒരു കൺവെർട്ടറിൽ കണക്ട് ചെയ്യുന്ന ബാറ്ററി ഇതെങ്ങനെയാണ് സോളാർ പാനൽ ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇനി. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് സോളാർ പാനലും പിന്നെ ഇതുപോലെ സോളാർ ചാർജ് കൺട്രോളറുമാണ് വേണ്ടത്. ഈ ഒരു കൺട്രോളർ 10 ആമ്പിയറിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനത്തെ സോളാർ ചാർജ് കൺട്രോളർ ഏകദേശം ഒരു 550 രൂപ റേഞ്ചിൽ കിട്ടുന്നതാണ്. 10 ആമ്പിയറിൻ്റെ ഇങ്ങനത്തെ സോളാർ ചാർജ് കൺട്രോളിൽ നമുക്കൊരു 100 വാട്ട്സ് വരെയുള്ള 12 വോൾട്ടിൻ്റെ പാനൽ കണക്ട് ചെയ്യാം. ഈ ഒരു സോളാർ ചാർജ് കൺട്രോളിലേക്ക് ബാറ്ററി കണക്ട് ചെയ്യുക. ഈ ഒരു കൺട്രോളിലേക്ക് തന്നെ നമുക്ക് പാനലും കണക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു സോളാർ ചാർജ് കൺട്രോളിൻ്റെ ഔട്ടിൽ നമുക്ക് കൺവെർട്ടറും കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. ഇനി കൂടുതൽ ലോഡ് ഉണ്ടെങ്കിൽ ബാറ്ററിയിൽ നേരിട്ട് കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലത്തെ സോളാർ ചാർജ് കൺട്രോൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ബാറ്ററി ചാർജ് ഫുള്ളാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് കട്ട് ഓഫ് ആയിക്കോളും. അതുപോലെ ബാറ്ററി ചാർജ് കുറയുവാണെങ്കിലും ഔട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആയിക്കോളും. പിന്നെ നമുക്ക് ഇങ്ങനത്തെ സോളാർ ചാർജ് കൺട്രോളിൽ ലെഡ് ആസിഡ് ബാറ്ററിയും അതുപോലെ ലിഥിയം ബാറ്ററിയും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഡിജിറ്റൽ സോളാർ ചാർജ് കൺട്രോളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിതിൽ എല്ലാ സെറ്റിംഗ്സും ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തനിയെ ലൈറ്റ് ഓണും ഓഫും ചെയ്യാനുള്ള ടൈമർ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൺവെർട്ടർ ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടത് ഈ രീതിയിലാണ്. ഇപ്പോഴാണ് ഇത് ശരിക്കും സോളാർ ഇൻവെർട്ടറായിട്ട് മാറിയേക്കുന്നത്. അപ്പോൾ ഈ രീതി ചെയ്തെടുക്കാൻ നമുക്ക് ഒരുപാട് AH കൂടിയ ബാറ്ററിയോ അതുപോലെ ഒരുപാട് വലിയ പാനലുകളൊന്നും വേണ്ട. ഏകദേശം 50 വാട്ട്സ് പാനലും ഒരു 35 AHൻ്റെ സെക്കൻഡ് കാർ ബാറ്ററിയും പിന്നെ ഒരു സോളാർ ചാർജ് കൺട്രോളറും ഇതുപോലത്തെ ഒരു കൺവെർട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ പുറത്ത് തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളും. പിന്നെ ഞാൻ ഈ ഒരു കൺട്രോളിൻ്റെ ഔട്ടിൽ ഈ ഒരു കൺവെർട്ടർ ജസ്റ്റ് ഇപ്പോൾ കണക്ട് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ കറണ്ടൊന്നുമില്ലാത്ത സ്ഥലത്ത് ഇതുപോലത്തെ കൺവെർട്ടറും പിന്നെ ചെറിയൊരു സോളാർ പാനൽ, കൺവെർട്ടർ, കൺട്രോളർ, ബാറ്ററി ഇത്രയും സാധനങ്ങൾ മതി. അത്യാവശ്യം വേണ്ട കറണ്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ലൈറ്റുകൾ അതുപോലെ ഫോണൊക്കെ ചാർജ് ചെയ്യാനൊക്കെ നമുക്ക് ഉപകാരപ്പെടും. അതുപോലെ ഞാനിവിടെ എൻ്റെ വീട്ടിൽ ചെയ്തേക്കുന്നത് DC ആയിട്ടാണ്. ഇതിൻ്റെ പണി പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ല. അതായത് ഞാനിപ്പോൾ ഈ റൂമിൽ പിടിപ്പിച്ചേക്കുന്ന മിക്ക ലൈറ്റുകളും ഒരു ട്യൂബ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ലൈറ്റുകളും 12 വോൾട്ട് DCയിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഫാനും 12 വോൾട്ട് DCയിൽ വർക്ക് ചെയ്യുന്നതാണ് ഞാൻ ഈ റൂമിൽ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ കാണുന്ന ലൈറ്റുകളെല്ലാം 12 വോൾട്ട് DCയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചേക്കുന്നത് 50 വാട്ട്സിൻ്റെ സോളാർ പാനലും പിന്നെ 10 ആമ്പിയറിൻ്റെ സോളാർ ചാർജ് കൺട്രോളർ പിന്നെ ചെറിയൊരു ബാറ്ററിയാണ്. അത് ഉപയോഗിച്ചാണ് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വേണ്ട എല്ലാ ലൈറ്റുകളും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൺവെർട്ടറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതുകൊണ്ട് നമ്മൾ ഇന്ന് ആ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കൺവെർട്ടർ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന സാധനമാണ്. പലരും ഇതിൻ്റെ ശരിയായ ഉപയോഗവും പ്രവർത്തനവും അറിയാതെ മേടിച്ച് ഉപയോഗിച്ചിട്ടാണ് ഇതിന് ഓരോ കുറ്റങ്ങൾ പറയുന്നത്. പിന്നെ പലർക്കും സംശയം ഉണ്ടാവും ഇതുപോലത്തെ കൺവെർട്ടറിന് പകരം UPS ഉപയോഗിച്ചുകൂടെയെന്ന്. അപ്പോൾ UPS ആയാലും ഇതിൻ്റെ അത്രയും ബാക്കപ്പ് കിട്ടില്ല. നമുക്ക് സോളാർ പാനലിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് ഇത് തന്നെയാണ്. ഇതാകുമ്പോൾ നമുക്ക് ചെറിയ ബാറ്ററി പോലും അതുപോലെ വളരെ കുറഞ്ഞ ലോഡ് എടുക്കുകയുള്ളൂ ഇത് വർക്ക് ചെയ്യാൻ. അപ്പോൾ ഇനി കുറേ നാളത്തേക്ക് മഴയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ചെറിയൊരു സോളാർ പാനലും ചെറിയൊരു ബാറ്ററിയും ഒരു സോളാർ ചാർജ് കൺട്രോളറും പിന്നെ ഇങ്ങനത്തെ ഒരു കൺവെർട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഫോൺ ചാർജ് ചെയ്യാം. കറണ്ടിൽ വർക്ക് ചെയ്യുന്ന LED ട്യൂബോ LED ബൾബോ അതൊക്കെ വർക്ക് ചെയ്യിക്കാം. പിന്നെ വൈഫൈ മോഡം അതൊക്കെ നമുക്ക് ഫുൾ ഇതിൽ തന്നെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. അതിൻ്റെ അഡാപ്റ്ററൊന്നും നമുക്ക് ഇതിൽ വർക്ക് ചെയ്യുന്ന വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിലെ പല ഉപകരണങ്ങളും ഫുള്ളായിട്ട് സോളാർ തന്നെ വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാൻ പറ്റും. ഇനി സോളാർ പാനലൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്ക് ബൈക്കിൻ്റെ ബാറ്ററി അല്ലെങ്കിൽ കാറിൻ്റെ ബാറ്ററി, സ്കൂട്ടറിൻ്റെ ബാറ്ററി ഇതിലൊക്കെ നമുക്ക് ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ സോളാറിൻ്റെയൊക്കെ ബാക്കി ഡീറ്റെയിൽസ് അടുത്തൊരു വീഡിയോ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ കൺവെർട്ടർ മേടിക്കാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് മേടിച്ച് നോക്കാം. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.